ഹേ ഗൈസ്, അപ്പോൾ ഞാൻ ബ്രില്യൻറ്റ് ഹോസ്റ്റലിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ വീഡിയോ ഇട്ടപ്പം കുറേ കുട്ടികൾ സംശയം പ്രകടിപ്പിച്ചിരുന്നു. അപ്പം ഞാൻ വിചാരിക്കുന്നു അവർക്കൊക്കെ ഒരു ക്ലിയറൻസ് പോലൊരു വീഡിയോ, അതാണ് ഈ വീഡിയോയുടെ കണ്ടൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ബ്രില്യൻറ്റിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടികൾ മാത്രം ഇത് കാണുക. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കുക. ഞാൻ അതിനെപ്പറ്റി വിശദമായിട്ട് വേണമെങ്കിൽ ഒരു വീഡിയോ ചെയ്യാം, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ റിപ്ലൈ ആയിട്ട് തരാം. പേഴ്സണലായിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാലും ഞാൻ റിപ്ലൈ തരും. അപ്പോൾ ഒന്നുമില്ല, ഇതിൽ കണ്ടന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര മാർക്ക്, എങ്ങനെയാണ് അവിടെ അഡ്മിഷൻ കിട്ടിയത്, അവിടുത്തെ കാര്യങ്ങളൊക്കെ, അതൊക്കെയാണ് ഇതിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പം എനിക്ക് +2 96% ഉണ്ടായിരുന്നു. ഫിസിക്സ്, ബയോളജി, കെമിസ്ട്രി ഇതിനാണ് മെയിനായിട്ട് നോക്കുന്നത്. അവർ നീറ്റിനാണ് ഞാൻ പറയുന്നത്. അവരങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് 90% മേലെ വേണം എന്നാണ് അവർ സാധാരണ പറയാറ്. പക്ഷേ എൻ്റെ ഹോസ്റ്റലിൽ തന്നെ ഒരു 89% ചുറ്റുമുള്ള പിള്ളേരുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു റെക്കമെൻഡേഷൻ വഴി വല്ലതും വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് സീറ്റ്സ് അവൈലബിൾ ആണെങ്കിൽ അവർ നമ്മളെ കയറ്റുമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും റെക്കമെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് സമീപിക്കുന്നത് നല്ലതായിരിക്കും. ആൻഡ് വീഡിയോയിലോട്ട് കിടക്കാം. അതായത് എന്ത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ അഡ്മിഷൻ ഓൺലൈൻ ത്രൂ ആണ് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ടാബ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഫോൺ തരില്ല, ഫോൺ അവർ വാങ്ങിച്ചു വെക്കും. ആദ്യത്തെ 5 ദിവസം ഫോൺ ഉണ്ടാവും. മേ ബി അതൊരു 7-8 ദിവസത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. അത്രയും ദിവസം ഫോൺ ഉണ്ടാവും. അതിനുശേഷം അവർ ഫോൺ വാങ്ങിച്ചു വയ്ക്കും. ശേഷം നമുക്ക് ആഴ്ചയിൽ 3 ദിവസം, അതായത് തിങ്കളാഴ്ച, ബുധനാഴ്ച, പിന്നെ വെള്ളിയാഴ്ച, ഈ 3 ദിവസങ്ങളിൽ 1 മണിക്കൂർ വെച്ച് തരും. നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ടോട്ടൽ 29 ബുക്സ് ആണെന്ന് തോന്നുന്നു, 27 or 29 എത്രയോ ഒരു ബുക്സ് അവർ തരും. അതിലാണ് നമ്മൾ പഠിക്കേണ്ടത്. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരൊരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ളൊരു ടാബും തരും. ആ ടാബിന് എക്സ്ട്രാ പേയ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ആ ടാബ് വേണമെങ്കിൽ നമുക്ക് കൊണ്ടുപോകാം. ഐഫോൺ അല്ലാത്ത, അല്ലെങ്കിൽ ഐപാഡ് അല്ലാത്ത എന്ത് വേണമെങ്കിലും നമുക്ക് അവിടെ കൊണ്ടുപോയാൽ അവർ കസ്റ്റമൈസ് ചെയ്ത് തരും. ടാബ് ഓർ ലാപ്ടോപ്പ് ഏതെങ്കിലും ഒന്ന് കൊണ്ടുപോയാൽ മതി, അവർ കസ്റ്റമൈസ് ചെയ്ത് തരും. അങ്ങനെയാണ് യൂഷ്വലി അവിടെയുള്ള പിള്ളേരെല്ലാം പഠിക്കുന്നത്. ഇനി അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്ന ഹോസ്റ്റലിലായിരുന്നെങ്കിൽ 5 പേരടങ്ങുന്ന ഒരു റൂമായിരുന്നു ഞങ്ങളുടേത്. അപ്പോൾ ഞങ്ങൾ 5 പേരുണ്ടായിരുന്നു. അവർ 5 പേരും ഞാൻ ഒരാളും അങ്ങനെയായിരുന്നു റൂമിൽ. അത് ഓരോരോ ഇതിൽ നമുക്ക് ചോദിക്കുന്ന പോലെയൊക്കെ തരും. ഞാൻ ചോദിക്കാതെ തന്നതാണ്. അങ്ങനെ അപ്പം 2 പേരുള്ള റൂമുണ്ടായിരുന്നു, 3 പേരുള്ള റൂമുണ്ടായിരുന്നു. ഇനി പെർസെൻറ്റേജ് കൂടുന്നതനുസരിച്ച് നല്ല നല്ല ഹോസ്റ്റൽസ് ആയിരിക്കും കൂടുതൽ തരിക. 95, ഐ തിങ്ക് 95-ന് താഴോട്ടുള്ളവർക്ക് കൺട്രോൾഡ് ഹോസ്റ്റലല്ല, അവർക്ക് നോർമൽ ഹോസ്റ്റലും. 95-ന് മേലെ ഉള്ളവർക്ക്, കഴിഞ്ഞ വർഷം അങ്ങനെയായിരുന്നു, ഇനി ഈ വർഷം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, 95-ന് മേലോട്ടുള്ള കുട്ടികൾക്ക് കൺട്രോൾഡ് ഹോസ്റ്റലും ആയിരിക്കും. ഈ കൺട്രോൾഡ് ഹോസ്റ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര കാര്യമുള്ളതൊന്നുമല്ല. 2 വാർഡനും എക്സ്ട്രാ ടീച്ചേഴ്സും ഉണ്ടാവും. അവിടെ നോർമൽ ഹോസ്റ്റലിലാണെങ്കിൽ ടീച്ചേഴ്സ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അത് കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ഏരിയ ഒന്നും ആയിരിക്കത്തില്ല, അത്ര സ്ട്രിക്റ്റ് ഒന്നും ആയിരിക്കത്തില്ല. നമുക്ക് വേണമെങ്കിൽ പഠിക്കാം അങ്ങനെ. പക്ഷേ ഇവിടെ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. കൺട്രോൾഡ് ഹോസ്റ്റലിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ടാകും. അങ്ങനെ ചെക്കിങ് കാര്യങ്ങളൊക്കെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ നടക്കുന്ന ഒരു ഇതാണ് കൺട്രോൾഡ് ഹോസ്റ്റൽ എന്ന് പറയുന്നത്. ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയിട്ട് പോകുന്ന ആൾക്കാരാണെങ്കിൽ ഒരിക്കലും അത് ആ ഹോസ്റ്റൽ ഓക്കെ അല്ല. ഫ്രണ്ട്ഷിപ്പ് അവർ പഠിക്കും, എല്ലാവരും തന്നെ പഠിക്കുമായിരിക്കും. അപ്പം നമ്മളെ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാതിരിക്കുക, അതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. നമ്മൾ ഒരു കാര്യവും ഷെയർ ചെയ്യേണ്ട, നമ്മളെ ഫാമിലി മാറ്റേഴ്സ് ഷെയർ ചെയ്യേണ്ട, ഒന്നും ഷെയർ ചെയ്യാതെ നമ്മളെ കാര്യം നോക്കുക, പഠിക്കുക, അതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ എൻ്റെ ഹോസ്റ്റൽ കൺട്രോൾഡ് ഹോസ്റ്റലായിരുന്നു. അപ്പം ഹോസ്റ്റലിൽ തന്നെ അലക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് പൈസ കൊടുക്കേണ്ടി വരും എക്സ്ട്രാ, ഒരു ബെഡ്ഷീറ്റിന് 10 അങ്ങനെയൊക്കെ വെച്ചിട്ട്. അല്ലാത്തവർക്ക് വേണമെങ്കിൽ ഒറ്റയ്ക്ക് അലക്കാം. ഫുഡൊക്കെ പ്രോപ്പർലി കിട്ടും. മെനു ഉണ്ട്, അവർക്ക് മെനു ഉണ്ട്. ആ മെനു അനുസരിച്ചായിരിക്കും ഫുഡൊക്കെ തരുന്നത്. ഫോണ് നമുക്ക് ചാർജിങ് ടൈം ഇതിൻ്റെ കൂടെ തന്നെ അലൗഡാണ്. ഈ 1 മണിക്കൂറിൻ്റെ കൂടെ തന്നെയാണ് ഉണ്ടാവുക. അല്ലാതെ എക്സ്ട്രാ നമുക്ക് ചാർജിങ്ങിന് വേണ്ടിയിട്ട് ഫോണോ ഒന്നും തരില്ല. പിന്നെ നമുക്ക് എന്തെങ്കിലും ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ ടീച്ചേഴ്സിൻ്റെ അടുത്തൊക്കെ സംസാരിക്കാം. അപ്പോൾ എൻ്റെ അറിവിൽ ഇത്രയൊക്കെ പറയാനുള്ളൂ എന്നാണ് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും
അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാം, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ റിപ്ലൈ തരാം. ഇനി ഹോസ്റ്റലിലോട്ട് വേണ്ട സാധനങ്ങൾ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം. ഞാൻ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കേണ്ട എന്നാണ് പറയുന്നത്, ആവശ്യമുള്ളത് മാത്രം വാങ്ങിച്ചുകൊണ്ട് പോയാൽ മതി. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഒരു വീഡിയോ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാം. ആൻഡ് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ഒരു പ്രാവശ്യമോടെ ഞാൻ പറയാം, നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനിയും ഒരുപാട് കണ്ടൻറ്റ്സ് ഉണ്ടാകും. ഞാൻ +1 +2 കുട്ടികൾക്ക് എന്തെങ്കിലും ആവശ്യം അല്ലെങ്കിൽ പഠിക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ അതിന് ക്ലിയർ ചെയ്ത് തരാം. എനിക്ക് പറ്റുന്നതാണെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വേറൊരു വീഡിയോ കാണാം. ബൈ ഗൈസ്.